ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളിന്ന് കാണുന്നത് മൈ ഗേൾ ഫ്രണ്ട് ഇസ് എ മാൻ്റെ 7th എപ്പിസോഡാണ്. ഈ ഡ്രാമ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മുന്നുള്ള എപ്പിസോഡ് കാണാനായി നമ്മളെ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യുക. വീഡിയോ എടുത്തത് തന്നെ കാണുന്നത് നമ്മുടെ ഹീറോയിനും കൂടെ ഡാൻസ് വെച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ആ സമയം അവിടേക്ക് നമ്മുടെ ജൂനിയർ പെൺകുട്ടി വരുന്നുണ്ട്. അവളെ കണ്ട രണ്ടുപേരും ഷോക്കായിട്ട് നിൽക്കും. നീ എന്താ എവിടെയും ചോദിക്കുമ്പോൾ ഞാൻ ഇവിടേക്ക് ഷിഫ്റ്റ് ആയിട്ടുണ്ടെന്ന് പറയും. ഇവിടേക്കോ എന്ന് നമ്മുടെ ഹീറോയിൻ ചോദിക്കുമ്പോൾ എന്താ എനിക്കിങ്ങോട്ട് വരാൻ പാടില്ല എന്ന് പറയും. എന്നിട്ടാണെങ്കിൽ നമ്മുടെ ഹീറോയിൻ്റെ തലയിലാണെങ്കിൽ ആ ഒരു ബാൻഡ് കണ്ടിട്ട് അവൻ ചോദിക്കാൻ നീ എന്താടാ ഈ തലയിൽ ബാൻഡൊക്കെ വെച്ചുകൊണ്ടിരിക്കുന്നതെന്ന്. അപ്പോൾ അവനാണെങ്കിൽ അതിന് പെട്ടെന്നെടുത്ത് മാറുന്നുണ്ട്. ശരി, ഓക്കെ, നിങ്ങൾ വാ, എനിക്ക് നിങ്ങളെ കൊണ്ട് ഒരുപാട് ആവശ്യമുണ്ട്, എല്ലാം ഷിഫ്റ്റ് ചെയ്യാൻ. നമ്മുടെ ഹീറോയിനെയും പിടിച്ചുകൊണ്ട് അവളാണെങ്കിൽ അവൾ റൂമിലോട്ട് പോകുന്നുണ്ട്. റൂമിലെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് ഒപ്പാ നമ്മൾ ഹീറോയെ വിളിച്ചോണ്ടിരിക്കുന്നത്. നമ്മുടെ ഹീറോയിനാണെങ്കിൽ തീരെ ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല. നിനക്ക് എന്താ അത് ചെയ്യണോ? അത് ഞാൻ ചെയ്യാം, ഇതെടുത്ത് മാറ്റി വെക്കണം, ഞാൻ ചെയ്യാം. നമ്മുടെ ഹീറോയിൻ എല്ലാം തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പേസ്റ്റ് കൊണ്ട് കളയാനാണെങ്കിൽ എന്തെങ്കിലും അവൾ ഒപ്പാന്ന് വിളിക്കുമ്പോഴേ ഞാൻ ചെയ്തോളാം എന്ന് നമ്മുടെ ഹീറോയിൻ ചെയ്യുന്നുണ്ട്. ജോലിയൊക്കെ കഴിഞ്ഞ് അവർ കഴിക്കാൻ വേണ്ടി ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഫുഡ് വന്നപ്പോൾ അതിന് ചോപ്സ്റ്റിക്കോ സ്പൂണോ ഒന്നും ഉണ്ടാവത്തില്ല. ഇവരെന്ത് ഇതൊന്നും വെക്കാത്തതിന് അവൾ ചോദിക്കുമ്പോൾ ശരി ഞാൻ പോയി എടുത്തിട്ടില്ലെന്ന് പറയും. നീ എവിടെ പോയി എടുക്കുന്ന കാര്യമാണ് പറയുന്നത്? ഓ, എൻ്റെ വീട്ടിലല്ലാണ്ട് വേറെ എവിടെയാ? ഇത് എൻ്റെയും കൂടെ ഫ്ലാറ്റാണ്, ഞാനിവിടെ താമസിക്കുന്ന പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിൻ താഴോട്ട് പോകും. അപ്പം നമ്മുടെ ജൂനിയർ ആണെങ്കിൽ ഹീറോയോട് ചോദിക്കും, നിങ്ങളെന്താ എന്നോട് പറയാത്ത ഇതുവരെ അവനിവിടെ താമസിക്കും എന്നുള്ള കാര്യം? അത് നിനക്കറിയാമെന്നാണ് ഞങ്ങൾ കരുതിയെന്ന് പറയും. ഹീറോയുടെ ഫ്രണ്ടാണെങ്കിൽ ഉറക്കണിയിരിക്കുമ്പം അവൾക്ക് നമ്മുടെ ഹീറോയുടെ ഫ്രണ്ടിനെ കിസ് ചെയ്ത ആ ഒരു സീനാണ് ഓർമ്മ വരുന്നത്. അതോർത്തിട്ട് അയ്യോ ഞാൻ എന്തായി ചെയ്തു വെച്ചേക്കുന്നതെന്ന് ഓർക്കുന്നുണ്ട്. ഇവിടെ നമ്മുടെ ഹീറോയുടെ ഫ്രണ്ട് ആണെങ്കിലും അവൾ എന്ത് ക്യൂട്ടാ, എനിക്ക് അവൾ ഒത്തിരി ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് അവളെ തന്നെ ഓർത്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ജൂനിയർ പെൺകുട്ടിയുടെ സാധനങ്ങളൊക്കെ അറേഞ്ച് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഹീറോയുടെ ഡയറി കിട്ടും. ഓ, ഇതാ ഹീറോ, ഇത് നിനക്ക് തരാൻ വേണ്ടി വെച്ചതാണ്, ഇത് നിന്റെ ആണോ എന്ന് നോക്കിയെന്ന് പറയും. അതിൻ്റെ നമ്മുടെ ഹീറോയിൻ്റെ ഫോട്ടോ കാണുമ്പോൾ ഇത് എൻ്റെ തന്നെയാണെന്ന് നമ്മുടെ ഹീറോ പറയുന്നുണ്ട്. എന്നിട്ട് നിന്റെ ഹീറോയിൻ കുറച്ച് കാണാനൊക്കെ കൊള്ളാമല്ലോ എന്ന് പറയും. അപ്പം നമ്മുടെ ഹീറോ ആണെങ്കിലും കാണാനൊക്കെ കൊള്ളാം, പക്ഷെ നേരിട്ട് ഇങ്ങനെയൊന്നുമല്ല, നേരിട്ട് ഭയങ്കര ഉണക്കയാ, ഭംഗിയൊന്നും ഇല്ല എന്ന് പറയും. അത് കേൾക്കുമ്പോൾ നമ്മുടെ ഹീറോയിനെ തീരെ ഇഷ്ടപ്പെടുത്തില്ല. നീ എങ്ങനെ എന്നെ ഇങ്ങനെ പറയാന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനെ ഇങ്ങനെ ദേഷ്യത്തിൽ നോക്കുന്നുണ്ട്. ഇവിടെ എല്ലാവരും നമ്മുടെ ഹീറോ പോകാൻ നിൽക്കുമ്പോൾ നമ്മുടെ ഹീറോയിനും ജൂനിയർ പെൺകുട്ടിയും മോളിൽ നിന്ന് ടാറ്റ കാണിക്കുന്നുണ്ട്. നമ്മുടെ ഹീറോ ആണെങ്കിൽ 2 കൈയും കൊണ്ട് ടാറ്റ കാണിക്കുന്നുണ്ട്. കാരണം രണ്ടുപേർക്കും കൊടുക്കണ്ടേ. എന്തൊരു അവസ്ഥയല്ലേ. ഹീറോ വീട്ടിലെത്തിയതിനു ശേഷം നമ്മുടെ ഹീറോയിൻ്റെ വീഡിയോ എല്ലാം ഫോണിലെടുത്ത് നോക്കുന്നുണ്ട്. ആ സമയം അവരൊരു പിക്നിക്ക് പോയ കാര്യം ഓർമ്മ വരും. ആ സമയത്ത് അവളുടെ മടിയിൽ കിടന്ന് കൊണ്ടിരിക്കുന്ന സമയത്ത് അവളാണെങ്കിൽ ഒരു പൊയം പറയുന്നുണ്ട്. എത്ര കൊണ്ട് എന്ത് സംഭവിച്ചാലും നമ്മുടെ ലവ് എന്ന് പറയണത് ഒരിക്കലും വിട്ടുകൊടുക്കാൻ പാടില്ല. എൻ്റെ ലവ് എന്നേക്കും നിനക്ക് മാത്രം ഉള്ളതാണെന്ന് പറഞ്ഞിട്ട് അത് കണ്ടിട്ട് നിന്നോട് കേട്ടോ എന്ന് നമ്മൾ ചോദിക്കുമ്പോൾ നമ്മുടെ ഹീറോ ഉറങ്ങിയതുപോലെ അഭിനയിക്കും. അപ്പോൾ അവളേനെ പറയുന്നുണ്ട് എൻ്റെ ലവ് നിനക്ക് വേണ്ടി മാത്രം ഉള്ളതാണെന്ന്. അടുത്ത സീനില് നമ്മുടെ ജൂനിയർ പെൺകുട്ടിയാണെങ്കിൽ വീട്ടിൽ നിൽക്കുന്ന സമയത്ത് അവൾക്കൊരു കോൾ വരുന്നുണ്ട്. ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിന് ലവർ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആ പയ്യൻ വിളിക്കുന്നതാണ്. എന്നിട്ട് അവൾ വന്ന് നോക്കുമ്പം അവൻ മാത്രമേ ഉണ്ടാവുള്ളൂ. എവിടെ നമ്മുടെ ടീമെന്ന് ചോദിക്കുമ്പോൾ ഇല്ല, ടീമൊന്നുമില്ല, ഞാൻ മാത്രമേ ഉള്ളെന്ന് പറയും. അപ്പോൾ നമ്മുടെ ജൂനിയർ പെൺകുട്ടിയാണെങ്കിൽ ശരി, ഓക്കെ, എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് അവൾ ഇവിടെ നിന്ന് എണീറ്റ് പോകാൻ നിൽക്കും. അപ്പോൾ അവൻ പറയും എൻ്റെ ബർത്ത്ഡേ ആണെന്ന്. ഓ, നിന്റെ ബർത്ത്ഡേ ആണല്ലേ എന്നും പറഞ്ഞിട്ട് അവളാണെങ്കിൽ റാൻഡം ആയിട്ട് ഒരു ക്യാപ്പിനെ മേടിച്ചിട്ട് അവന് കൊണ്ട് കൊടുക്കും. എന്നിട്ട് പറയും എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന് പറയും. അപ്പൊ അവളാണെങ്കിലും പറയും ഞാൻ ഈ ഗിഫ്റ്റ് തരുന്നതെല്ലാം നിനക്ക് മനസ്സിലാക്കി അറിയാൻ പറ്റും, എനിക്ക് നിന്നോട് ഒരു താല്പര്യവും ഇല്ലാന്ന്. അതെന്താ അങ്ങനെയെന്ന് പറഞ്ഞപ്പോൾ ചോദിക്കും. അപ്പൊ അവള് പറയും എന്തായാലും എനിക്ക് ഇഷ്ടമുള്ള ഒരാൾക്കാൻ വേണ്ടിയിട്ടാണ് അയാളുടെ ബർത്ത്ഡേ പ്രസന്റ് ഞാൻ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് നോക്കി തിരഞ്ഞെടുത്തായിരിക്കും ചെയ്യാം. പക്ഷേ എൻ്റെ ഇഷ്ടമല്ലാത്ത ഒരാൾക്കായതുകൊണ്ടാണ് റാൻഡം ആയിട്ടൊരു ഗിഫ്റ്റ് ഞാൻ തന്നതെന്ന് പറഞ്ഞിട്ട് അവൾ പോകും. പക്ഷെ എന്നാലും അവനെന്ത് ചെയ്യും, ആ ക്യാപ്പ് വെച്ചിട്ട് ഫോട്ടോയൊക്കെ എടുത്ത് അത് കണ്ട് ഭയങ്കരമായിട്ട് സന്തോഷിക്കുന്നുണ്ട്. ശരിക്കും അവനും അവളെ ഒത്തിരി ഇഷ്ടമാണെന്ന് തോന്നുന്നുണ്ട്. ഇവിടെ ഹീറോയിൻ്റെ അമ്മയാണെങ്കിൽ ഹീറോയിന് ഭയങ്കരമായിട്ട് യോഗ പറഞ്ഞു കൊടുക്കുകയാണ്. അവൾക്കാണെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അമ്മ എന്നെ കൊണ്ട് പറ്റുന്നില്ല, അമ്മ എന്തായി കാണിക്കണേന്ന് ചോദിക്കും. ഇല്ല, നീ ചെയ്തേ പറ്റുമെന്ന് പറയും. അപ്പോൾ അമ്മ ഞാൻ 70 കിലോ ഉണ്ട്, ഞാൻ എങ്ങനെ ഇത് ചെയ്യാനാ, നേരത്തെയാണെങ്കിൽ എന്നെ കൊണ്ട് പറ്റുമായിരുന്നു പറയും. അപ്പോൾ ഞാനേ പയ്യനായിരുന്ന സമയത്ത് ഞാൻ 100 കിലോ ഉണ്ടായിരുന്നു എന്ന് അമ്മ പറയും. അപ്പോൾ അമ്മ എപ്പോഴാണ് യോഗ ചെയ്യാൻ പഠിച്ചത്? ആ പയ്യനായിരുന്ന സമയത്ത് തന്നെയാണെന്ന് പറയും. അതുകൊണ്ട് തന്നെ നമ്മളുടെ മൈൻഡൊക്കെ റിലാക്സ് ആകാൻ വേണ്ടി യോഗ നല്ല യൂസ്ഫുൾ ആണെന്ന് പറഞ്ഞ് ചെയ്യാൻ പറയുന്നുണ്ട്. എന്നിട്ട് ഇറങ്ങാൻ നേരത്ത് അമ്മയ്ക്കും ഭയങ്കര സങ്കടം. നിനക്ക് എന്നോട് ഭയങ്കര ദേഷ്യമായിരിക്കും അല്ലേ, ഞാൻ കാരണമാണ് നിനക്ക് അവസ്ഥ വന്നതെന്ന്. ഇല്ല അമ്മ, എനിക്ക് അങ്ങനെ ഒന്നുമില്ല, നീ നിന്നെ തന്നെ സ്ട്രെസ്സാക്കണ്ട, നീ യോഗയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമെന്ന് പറഞ്ഞിട്ട് അമ്മ പോകുന്നുണ്ട്.
ഹീറോയിനെ നമ്മുടെ ജൂനിയർ പെൺകുട്ടി ഒരു പരസ്യത്തിൽ പങ്കെടുക്കാൻ വേണ്ടി വിളിച്ചിട്ടുണ്ടായിരിക്കും. രണ്ടുപേരും അഭിനയിക്കുകയാണത്. അത് നമ്മുടെ ചൈനീസുകാരുടെ ഒരു ഫെസ്റ്റിവൽ പോലുള്ള ഒരു പ്രോഗ്രാമാണ്. അത് നമ്മുടെ ഹീറോയിനും അവളുമായിട്ട് ഒരു കപ്പിൾ ഡ്രാമ അഭിനയിക്കുകയായിരിക്കും. അതിൽ കിസ് ചെയ്യുന്നത് പോലെ ഒരു മിറർ വെച്ചിട്ട് അതിൻ്റെ പിറകെ നിന്നിട്ട് അവരങ്ങനെ നിൽക്കുന്നുണ്ട്. ഇതിൽ നമുക്ക് പേയ്മെൻറ്റ് കിട്ടുമെന്നൊക്കെ അവർ സംസാരിക്കുകയായിരിക്കും. അവസാനം അവരുടെ ആ ഒരു ഷൂട്ടിംഗ് കഴിയും. എല്ലാവർക്കും ഇഷ്ടപ്പെടും. എന്നിട്ട് നമ്മളുടെ ആ ഒരു പ്രൊഡ്യൂസർ വന്നിട്ട് പറയും, ശരി ഓക്കെ, ഇനി അടുത്ത സീനുണ്ട്, നിങ്ങൾ റെഡി ആയിട്ട് നിൽക്ക്, ഞാൻ എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നറിയാം. എന്നിട്ട് നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ ആ ജൂനിയറിൻ്റെ അടുത്ത് ചോദിക്കും, നീ എന്തിനാ എന്നെ വിളിച്ചത്, ഹീറോയെ വിളിക്കാതെ? അത് പിന്നെ ഹീറോയെ വിളിക്കാന്നാണ് കഴിഞ്ഞത്, പക്ഷെ ഹീറോയ്ക്ക് ഹിസ്റ്റോറിക്കൽ ഡ്രാമയുടെ ഒരു പയ്യന്റെ ഒരു ലുക്കൊന്നും ഇല്ലാന്നറിയാം. അത് കേൾക്കുമ്പോൾ നമ്മുടെ ഹീറോയിൻ തീരെ ഇഷ്ടപ്പെടുത്തില്ല. നീ എന്താ അങ്ങനെ പറഞ്ഞത്? ഇല്ല, നീ ആലോചിച്ച് നോക്ക്, അവനെ കാണാൻ വേണ്ടിയിട്ട് ഈ ഒരു ഡ്രാമയ്ക്ക് പറ്റിയ ആളായിട്ട് തോന്നുന്നില്ല എന്ന് പറയും. അപ്പൊ നമ്മുടെ ഹീറോയിൻ ആലോചിച്ചിട്ട് പറയും, ശരിയാ, എനിക്കും അങ്ങനെ തന്നെ തോന്നുന്നതെന്ന്. ശരിയല്ലേ, ശരി ഓക്കെ, ഞാൻ ഹീറോയെ വിളിച്ചിട്ടുണ്ട്, അവൻ ഇങ്ങോട്ട് വരും എന്ന് പറയും. എന്ത് ഹീറോ, എന്തിനാ നീ വിളിച്ചത്? നമ്മുടെ പ്രോഗ്രാം കാണാൻ, എന്തെങ്കിലും നമുക്കിന്ന് ഫുഡ് കഴിക്കാൻ പോകാന്ന് പറയും. ഉടനെ ഹീറോയിനാണെങ്കിൽ ഇല്ല ഇല്ല പറ്റത്തില്ല, അവൻ എന്നെ ഈ വേഷത്തിൽ കാണാൻ പാടില്ല എന്നിട്ട് അവൾ ഓടുന്നുണ്ട്. അവൾ ഓടുന്ന വഴിക്ക് അവളുടെ ചെരുപ്പ് കളഞ്ഞു. എന്നാൽ അത് എടുക്കാൻ തിരിച്ചു കഴിയുമ്പോഴേക്കും അവിടെ കൂടെ നമ്മുടെ ഹീറോ നടന്നിരുന്ന കാണുന്ന നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ ചെരുപ്പ് പോലും എടുക്കാതെ അവിടെ നിന്ന് ഓടിപ്പോകുന്നുണ്ട്. അപ്പൊ നമ്മളുടെ ജൂനിയറിന്റെ അടുത്തോട്ട് നമ്മുടെ ഹീറോ വരും. എന്തേ ഹീറോയിൻ എവിടെയും ചോദിക്കും. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നിന്നെ കണ്ടിട്ട് അവൾ ഓടി രക്ഷപ്പെട്ടു, എന്താ കാര്യം ചോദിക്കും. അപ്പൊ നമ്മുടെ ഹീറോ ആണെങ്കിൽ ഒരു ഫ്ലാഷ് ബാക്ക് ആലോചിക്കുന്നുണ്ട്. ഇവർ രണ്ടുപേരും കൂടെ ഡേറ്റിംഗ് സമയം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ ഹിസ്റ്റോറിക്കൽ ഡ്രസ് ഇട്ട് രണ്ടുപേരും പോകുന്നുണ്ടായിരിക്കും, കപ്പിൾസ്. അപ്പം എനിക്ക് ഇതുപോലെ ആ ഡ്രസ്സിനൊന്നും ഭയങ്കര ആഗ്രഹമുണ്ടെന്ന് ഹീറോയിൻ പറയും. ശരി ഓക്കെ, നമുക്ക് പോയി ഇടാം, ഇപ്പൊ തന്നെ പോവാന്ന് പറയും. ഇല്ല ഇല്ല, ഞാൻ മേക്കപ്പ് ഒന്നും ഇട്ടിട്ടില്ല എന്ന് പറയും. അപ്പൊ നമ്മുടെ ഹീറോയിൻ, നിനക്ക് എന്തിനാ മേക്കപ്പ്, നീ സുന്ദരിയല്ലേ, നമുക്ക് ഇപ്പൊ തന്നെ പോവാന്ന് പറയും. അപ്പൊ ഹീറോയിൻ പറയും, ഇല്ല ഇല്ല വേണ്ട, നമുക്ക് വേറൊരു ദിവസം ഫുൾ ഡേ നമുക്ക് അത് ആ ഒരു എക്സ്പീരിയൻസ് നമുക്ക് ചെയ്യാന്ന് പറഞ്ഞിട്ടായിരിക്കും. അപ്പൊ ഉത്തരവ് പോലെ മഹാറാണി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹീറോയിൻ മറുപടി പറയുന്നുണ്ട്. ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും ഷോർട്ട് റെഡിയായി പെട്ടെന്ന് വരാൻ വേണ്ടി പറയും. നമ്മുടെ ഹീറോയിനോട് ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മുടെ ജൂനിയർ നമ്മുടെ ഹീറോയുടെ അടുത്ത് റെഡിയാവാൻ പറയും. എന്നിട്ട് റെഡിയായിട്ട് അവർ രണ്ടുപേരും കൂടെ സ്റ്റേജിലോട്ട് കയറുന്നുണ്ട്. ഇതെല്ലാം നമ്മുടെ ഹീറോയിൻ ഒളിഞ്ഞു നിന്ന് കാണുന്നുണ്ട്. ആ സ്റ്റേജ് പെർഫോമൻസിനിടയിൽ ഹീറോയ്ക്ക് ഭയങ്കര ടെൻഷൻ ആയിരിക്കും, ഫസ്റ്റ് ടൈം പോലെ. എന്നിട്ട് അവളാണെങ്കിൽ അവനെ ഹഗ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഹീറോയിനാണെങ്കിൽ തീരെ ഇഷ്ടപ്പെടുത്തില്ല. ഹീറോയിനാണെങ്കിൽ അങ്ങോട്ട് ചാടിപ്പോയി. എന്നിട്ട് അവർ കിസ് ചെയ്യാൻ പോകുന്ന പോലെ നിൽക്കുന്ന ആ ഒരു സീനിൽ അവൾ ചാടിപ്പോയിട്ട് പറയും, നിങ്ങൾ എൻ്റെ ലേഡി തട്ടിയെടുക്കാൻ നോക്കുകയാണോ എന്ന് ചോദിച്ചോണ്ട് പറയും. എന്താ ഇവിടെ നടക്കണേ? നമ്മുടെ ഹീറോയ്ക്ക് മനസ്സിലാവാതെ കണ്ണും തള്ളി നിൽക്കും. അപ്പൊ ഇതെന്റെ ലേഡിയാണ്, നീ എങ്ങനെ തട്ടിയെടുക്കാൻ നോക്കാന്ന് പറഞ്ഞിട്ട് ചോദിക്കും. അപ്പൊ ഓഡിയൻസ് ആയിട്ട് നിൽക്കുന്ന എല്ലാവരും ആണെങ്കിൽ അവനെ കൊല്ലേ, അവനെ കൊല്ലേ, അവനെ കൊല്ലെന്ന് പറയും. അപ്പൊ നമ്മുടെ ഹീറോ പറയും, നീ അവനെ മരിച്ചതുപോലെ അഭിനയിക്കും, മരിച്ചതുപോലെ അഭിനയിക്കുന്ന. ഉടനെ നമ്മുടെ ഹീറോയുടെ ബോധം കെട്ട് വീഴുന്ന പോലെ കിടക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഹീറോന്റെ ആ ഒരു ഡ്രാമ കഴിയുന്നുണ്ട്. നമ്മുടെ ഹീറോന്റെ ചേച്ചിയാണെങ്കിൽ ആ മുടിയുള്ള പയ്യനെ കാണാൻ വേണ്ടി അവൻ റെസ്റ്റോറൻറ്റിൽ പോകുന്നുണ്ട്. ഒത്തിരി ജോലി അവിടെ നിന്ന് ചെയ്തുകൊണ്ടായിരിക്കും, പക്ഷെ എന്നാലും അവൻ എത്തുന്നുണ്ടായിരിക്കത്തില്ല. അപ്പോഴാണെങ്കിൽ അവൻ ലേഡി ചോദിക്കും, നിനക്ക് എന്താ, അവനെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ നീ ഇതൊക്കെ ചെയ്യുന്നതെന്ന്? അപ്പൊ അതേന്നും അവള് പറയുന്നുണ്ട്. ശരി ഓക്കെ, അവനിങ്ങനെ ഒന്നും നോക്കിയാൽ വരത്തില്ല, നീ ഒരു കാര്യം ചെയ്യും, അവനെ വിളിച്ചിട്ട് നിനക്ക് സുഖമില്ല എന്ന് പറയാം. കാരണം ഇവിടെ സുഖമില്ല എന്ന് പറഞ്ഞ സമയത്ത് അവനാണ് എല്ലാം ചെയ്തു തന്നത്, ഞങ്ങളെല്ലാം ഭയങ്കര കെയർ എടുത്ത് നോക്കിയത് അവനാണ്, അതുകൊണ്ട് നീ അവനൊരു മെസ്സേജ് അയക്കെന്ന് പറയും. അപ്പൊ അവളാണെങ്കിലും അതൊരു മെസ്സേജ് അയക്കും. എന്നിട്ട് അവനെ കാണാതിരിക്കുമ്പോൾ അവൾക്ക് ടെൻഷനാവും. ശരി, ഈ മെസ്സേജ് അങ്ങ് ഡിലീറ്റ് ചെയ്താലോ എന്നൊക്കെ പറഞ്ഞ് അവൾ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും ഓടി കരച്ചുകൊണ്ട് നമ്മുടെ ആ ഒരു മുടി വളർത്തിയ പയ്യൻ വരും. നിനക്ക് എന്താ പറ്റി, ആരും നിന്നെ ഫോളോ ചെയ്ത്, എന്തെങ്കിലും പറ്റിയോ നിനക്കെന്ന് ചോദിക്കും. അപ്പൊ അവളും പറയും, ഒന്നും പറ്റിയില്ല, കുഴപ്പമൊന്നുമില്ലാന്ന്. അവനിങ്ങനെ വന്ന് ചോദിക്കുന്നതെല്ലാം അവൾക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. ശരി, എനിക്ക് നടക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്, എന്നൊന്ന് വീടുവരാക്കുമോ എന്ന് ചോദിക്കും. അപ്പൊ നമ്മുടെ മുടി വളർത്തിയ പയ്യനാണെങ്കിൽ അവളെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ ചെയ്യും. എന്നിട്ട് രണ്ടുപേരും കൂടെ പോയി അവളെ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ബസ് സ്റ്റോപ്പ് എത്തിക്കുന്നുണ്ട്. എന്നിട്ട് ആ മുടി വളർത്തിയ പയ്യൻ പറയും, ശരി ഓക്കെ, ഞാൻ പോട്ടെ, നീ പൊക്കോളൂ എന്ന് ചോദിക്കും. അവളാണെങ്കിൽ അവൻ്റെ കൈ പിടിച്ചുകൊണ്ടായിരിക്കും പോയിക്കൊണ്ടിരിക്കുക. ശരി എന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കുമെങ്കിലും അവൻ തിരിച്ചു വരും. ഞാൻ നിന്നെ വീട് വരെ കൊണ്ടുവിടാം, എനിക്ക് എന്തായാലും നിന്നെ ഈ വഴി വിട്ടിട്ട് പോയി കഴിഞ്ഞാൽ എനിക്കൊരു മനസ്സമാധാനവും കാണില്ല, എനിക്ക് പഠിക്കാനും പറ്റത്തില്ല, അതുകൊണ്ട് ഞാൻ നിന്നെ വീട്ടിൽ കൊണ്ടുവിടാന്ന് പറയും. അത് കേൾക്കുമ്പോൾ നമ്മുടെ ചേച്ചിക്കാണെങ്കിലും ഭയങ്കരമായിട്ട് സന്തോഷമാവുന്നുണ്ട്. ഇവിടെ നമ്മുടെ ഹീറോയിന്റെ ഫ്രണ്ട് ആണെങ്കിലും ഭയങ്കരമായിട്ട് ചിരിക്കുകയാണ്. നിങ്ങൾ മൂന്നുപേരും കൂടെ എന്തോ കാണിച്ചത്, ഒരു ഡ്രാമ അഭിനയിച്ചാണോ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് തമാശ കളിച്ചുകൊണ്ടിരിക്കും. എന്നിട്ട് നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ പറയും, ശരി നീ അതൊക്കെ വീട്, എന്തായാലും നല്ലപടിയായി നടന്നു. അപ്പൊ അവള് ചോദിക്കും, ജൂനിയർ പെൺകുട്ടി എങ്ങനെയാ, കാണാൻ കൊള്ളാല്ലേന്ന് പറഞ്ഞ്. തീരെ മോശമൊന്നും അല്ല. ഓ, മോശമില്ല എന്ന് പറഞ്ഞാൽ അവള് കൊള്ളാന്നാണല്ലേ അർത്ഥം എന്ന് പറയും. ശരി ഓക്കെ, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ടെന്ന് പറയും ഫ്രണ്ട്. എന്ത് കാര്യം ചോദിക്കും. അത് പിന്നെ ഞാൻ എൻ്റെ ഒരു
കൺഫേസ് ചെയ്യാൻ പോവാണ് എൻ്റെ ലവ് എന്ന് പറയും. അപ്പം നമ്മുടെ ഹീറോയിനാണെങ്കിൽ നീങ്ങി എഴുന്നിട്ട് പറയും, നീ എന്താടി വീണ്ടും ഇങ്ങനെ എന്നോട് അല്ലേ എന്ന് ചോദിക്കുമ്പോൾ നിന്നോടൊന്നും അല്ല, എനിക്കും നിനക്ക് അറിയാവുന്നുള്ള ഒരാളോടാണെന്ന് പറയും. അപ്പോൾ എൻ്റെ ബോയ് ഫ്രണ്ടിൻ്റെ അടുത്താണോ എന്ന് ചോദിക്കും. നിന്റെ ബോയ് ഫ്രണ്ടിൻ്റെ അടുത്ത് പോഴേ, എനിക്ക് ബോയ് ഫ്രണ്ടിൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്താണെന്ന് പറയും. അപ്പം നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ അവൻ്റെ അടുത്തോ, ആ അതെ, ഞങ്ങൾ അറിയാതൊരു കിസ് ചെയ്തു, അതിനുശേഷം എനിക്ക് അവനെ പറ്റിയാണ് ഓർമ്മ, എനിക്ക് അവനെ വേണം എന്നാണ് തോന്നുന്നതെന്ന് പറയും. അത് കേൾക്കുമ്പോൾ നമ്മുടെ ഹീറോയിൻ ആണെങ്കിലും ആരോ പറഞ്ഞു ബോയ്സ് എല്ലാം മോശമാണ്, അവരൊക്കെ നമ്മളെ തേക്കും പറ്റിക്കും എന്നൊക്കെ പറഞ്ഞു. ഞാൻ അങ്ങനെ പറഞ്ഞോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിൻ്റെ ഫ്രണ്ട് ആണെങ്കിൽ ഒരു നൈസ് ആയിട്ടുള്ള റിയാക്ഷൻ കൊടുക്കുന്നുണ്ട്. അവരങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ കുറെ ബബിൾസ് ഇരിക്കുന്നതാണ്. ഇതെവിടെ നിന്നാണ് കിട്ടിയെന്ന് ചോദിക്കുമ്പോൾ അതൊരാൾ തന്നെയാണെന്ന് അറിയും. അപ്പൊ നമ്മുടെ ഹീറോ ആണെങ്കിൽ ആ ഒരു ഗണ്ണ് വെച്ചിട്ട് നമ്മളുടെ ഫ്രണ്ടിന്റെ ദേഹത്തോട്ട് ബബിൾസ് അടിച്ച് വിടുന്നുണ്ട്. ശരി, ഓക്കെ ബായൊക്കെ പറഞ്ഞ് ആ ഒരു ബബിളിന്റെ ഇതെല്ലാം കൊണ്ട് നമ്മുടെ ഹീറോയിൻ ഇങ്ങനെ കളിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും. ആ സമയമാണ് നമ്മുടെ ജൂനിയർ പെൺകുട്ടിയുടെ അടുത്ത് ആ ഒരു പയ്യൻ വരുന്ന കാണുന്നത്. എൻ്റെ ഡ്രസ്സ് എങ്ങനെയുണ്ട്, നിനക്ക് ഇഷ്ടമായെന്ന് അവളോട് ചോദിക്കുമ്പോൾ നീ എന്തിനാ എന്നെ ഇങ്ങനെ ഫോളോ ചെയ്യുന്നത്, എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞില്ല എന്ന് പറയും. അപ്പം പറയും, നിനക്ക് എന്താ എന്നെ ഇഷ്ടപ്പെട്ടാലേ നിനക്ക് നിന്റെ ഹീറോയെ മാത്രമേ താല്പര്യമുള്ളൂ എന്ന് ചോദിക്കും. നീ എന്തിനാ അവനെ ഈ കാര്യത്തിൽ വലിച്ചഴക്കുന്നതെന്ന് അവൾ ചോദിക്കും. എന്നിട്ടാണെങ്കിൽ അവൻ പറയും, നീ എന്തായാലും എനിക്കൊരു തീരുമാനം പറഞ്ഞിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ജൂനിയറിന്റെ കയ്യിൽ കയറി പിടിക്കും. കൈവിടെന്ന് പറഞ്ഞിട്ട് അവൾ കുറേ വർഷം പറയുമെങ്കിലും അവൻ കൈവിടാൻ കൂട്ടാക്കുന്നുണ്ടായിരിക്കില്ല. ഇതെല്ലാം നമ്മുടെ ഹീറോയിൻ കണ്ടുകൊണ്ടിരിക്കുകയായിരിക്കും. അവളാണെങ്കിൽ അവിടെ നിന്ന് വന്ന് അവളുടെ കയ്യിലിരിക്കുന്ന ആ ഒരു ബബിളിന്റെ ഇത് വെച്ചിട്ട് അവന്റെ താലേക്കിട്ട് ഒരു അടി കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊരു ഫൈറ്റ് ചെയ്യുന്ന പൊസിഷനിൽ നമ്മളെ ഹീറോയിൻ അങ്ങനെ നിൽക്കുന്നിടത്ത് നമ്മുടെ ഒരു എപ്പിസോഡ് കംപ്ലീറ്റ് ആവുകയാണ്. എന്താ നടക്കാൻ പോകുന്നതെന്ന് വരുന്ന എപ്പിസോഡ് നമുക്ക് കാണാം. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ബൈ.